കെ സുരേന്ദ്രന് ജാമ്യം. ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കെ സുരേന്ദ്രന്റെ പ്രതികരണം തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കേസാണ്. അത് 35 ലക്ഷം അല്ല, യഥാർത്ഥത്തിൽ 3.5 കോടി രൂപയാണ് വന്നതെന്നാണ്. അല്ല, അതിപ്പോൾ 500 കോടി 400 കോടിയൊക്കെ പറയുന്നവരുണ്ട്. ഇങ്ങനെ എത്ര വേണമെങ്കിൽ പറയാമല്ലോ. അത് പറയുന്നതിന് വായ കൊണ്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ നാട്ടിൽ തെളിവ് നിയമമുണ്ട്, ഈ നാട്ടിൽ കേസന്വേഷണമുണ്ട്. ഇപ്പോൾ വസ്തുതകൾ പരിശോധിക്കാനുള്ള, ഇപ്പോൾ പോലീസ് കള്ളക്കേസ് ചമച്ചാലും വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ. ഇപ്പോൾ മഞ്ചേശ്വരം കേസിൽ ഇതേപോലെയായിരുന്നു ആരോപണം. പക്ഷേ ആ കേസിൽ ട്രയൽ കോടതി വളരെ വ്യക്തമായി ചാർജ് ഷീറ്റ് തള്ളിക്കളഞ്ഞില്ലേ. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. അനേകം കേസുകളുണ്ട്, ഈ കേസ് മാത്രമല്ല, എത്രയോ കേസുകളിൽ ഞങ്ങളെ ഇതുപോലെ പ്രതി ചേർത്തിട്ടുണ്ട്. അതിലെല്ലാം ഞങ്ങളുടനെ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നേയില്ല. അത് നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട്. പൂർണ്ണമായിട്ടും പാളിയിരിക്കുകയാണ്. ഇത്രയും ദിവസം അവർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തി. പക്ഷേ പുനരധിവാസ പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല. ആദ്യം 2 എസ്റ്റേറ്റുകൾ പറഞ്ഞു, ഇപ്പോൾ 2-1 ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പകുതിയായി. ഇപ്പോൾ ആ എസ്റ്റേറ്റ് തന്നെ കോടതിയിൽ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് എന്തിനായിരുന്നു? ഇവിടെ ഒരു മന്ത്രിസഭ ഉപസമിതി അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് വയനാട് പുനരധിവാസം. എല്ലാ അർത്ഥത്തിലും പാളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചതുപോലെ ഈ കാശ് മുഴുവൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവസിപ്പിക്കാൻ നിങ്ങൾ മടിക്കുന്നത്?